രാജ്യത്തെ HMV വൈറസ് കേസുകളുടെ എണ്ണം 7 ഉയർന്നു. ബംഗളൂരു, നാഗ്പൂർ, ചെന്നൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ചെന്നൈയിൽ രോഗബാധ സ്ഥിരീകരിച്ച 2 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും പുതിയൊരു വൈറസല്ല HMPV എന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചു. തേനംപെട്ട, ഗിണ്ടി എന്നിവിടങ്ങളിലായിട്ടാണ് തമിഴ്നാട്ടിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. പുതിയ വൈറസ് ബാധയുടെ സാഹചര്യങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും കോവിഡ് പോലുള്ള വലിയ വ്യാപനത്തിന് സാധ്യതയില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. HMPV ഒരു പുതിയ വൈറസ് അല്ല. 2001 ഇതാദ്യമായി ഇന്ത്യയിൽ സ്ഥിരീകരിക്കുന്നത്. വർഷങ്ങളായി ഇത് ലോകമെമ്പാടുമുണ്ട് എന്നാണ് നദ്ദ പറഞ്ഞത്. HMPV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി. ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും ഔട്ട്ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു. സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട്. നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തി. HMP വൈറസിനെ കണ്ടെത്തിയത് 2001 മാത്രമാണെങ്കിലും കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതലായി ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് കാണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇതേ കാര്യം തന്നെ ഇന്ന് ICMR പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും കണ്ടുവരുന്ന ഒരു വൈറസാണ് HMPV എന്ന് പത്രക്കുറിപ്പിലൂടെ ICMR വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ആശങ്കപ്പെടേണ്ടതില്ല. HMP വൈറസിനെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല. വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനിതക വ്യതിയാനം ഉള്ളതായി ലോകാരോഗ്യ സംഘടനയോ ചൈനയിലെ വിദഗ്ധരോ അറിയിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ അവരെയും നിരീക്ഷിക്കുന്നതാണ്. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കുകയും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. HMPV രോഗത്തെപ്പറ്റിയും വൈറസിനെ പറ്റിയും ശാസ്ത്രലോകത്തിന് പണ്ടേ അറിയാം. സാധാരണ ജലദോഷം വരുത്തുന്ന ഒരു രോഗമായി ഇതിനെ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ കുട്ടികളിലും വൃദ്ധരിലുമാണ് ഈ രോഗം കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവർക്ക് സാധാരണ ജലദോഷം പോലെ വന്നു പോകും. അതുകൊണ്ടുകൂടി ഈ രോഗത്തിനെതിരെ ഇതുവരെ വാക്സിൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ രോഗമുണ്ടാക്കുന്ന വൈറസിനെതിരെ നിലവിൽ മരുന്നുകളുമില്ല. പനി, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്. രോഗം പകരാതിരിക്കാനും പടരാതിരിക്കാനും വ്യക്തി ശുചിത്വം പാലിക്കണം. കോവിഡ് കാലത്ത് നമ്മൾ കൂടുതലായി ശുചിത്വ മാർഗങ്ങൾ ശീലിച്ചതാണ്. ഇതിലും അവ തുടരേണ്ടത് അത്യാവശ്യമാണ്. കുറച്ച് ദിവസങ്ങളായി വടക്കൻ ചൈനയിൽ ഈ രോഗം പടരുന്നതായും മരണങ്ങൾ ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ചൈനയായതുകൊണ്ട് വാർത്തകൾ വായിക്കുമ്പോൾ ശ്രദ്ധ വേണം. ചൈനയുടെ രഹസ്യ സ്വഭാവമാണ് ഒരു പ്രശ്നം. രോഗപകർച്ചകൾ ഉണ്ടായാൽ അത് ഒളിച്ചു വെക്കുന്നത് ചൈനയുടെ രീതിയാണ്. കോവിഡിന്റെ തുടക്കത്തെപ്പറ്റി കൂടുതൽ ഗവേഷണത്തിനായി ലോകാരോഗ്യ സംഘടന ഇപ്പോഴും ചൈനയുടെ പിറകെ നടക്കുകയാണ്.